നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് യശ്വന്തപുരിൽ നിന്ന്. ഇനി ഇന്നലെ നമ്മൾ ബാംഗ്ലൂർ പാലസിലേക്ക് പോയി, ലുലു മോളിലേക്ക് പോയി, പിന്നെ കുറച്ച് സ്ഥലങ്ങളിലും പോയി. പിന്നെ ഇന്ന് ഞാനടുത്തേക്ക് സൂവിലേക്ക് മസ്ത് കിട്ടിക്കവർക്ക് പോയി. ഇനി നമുക്ക് നേരെ സൂവിലേക്ക് വിടല്ലേ? സൂവിലേക്ക് ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷൻ അല്ലേ? എടാ വെളിച്ചില്ല. ആ ഇപ്പൊ നല്ല വെളിച്ചം. ಟಿಕೆಟ್ ಸ್ಕ್ಯಾನ್ ಮಾಡಿ ಮುಂದೆ ಹೋಗ್ತಾರೆ ಸರ್. ಹೋಗಿ ಪುಷ್ ಮಾಡ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ಹೋಗಿ ಸರ್ ಮುಂದೆ ಹೋಗಿ ಟಿಕೆಟ್ ಸ್ಕ್ಯಾನ್ ಮಾಡಿ ಮುಂದೆ ಹೋಗ್ತಾರೆ. ಕೈಮ ಕಳ್ಕೊಂಡು ಹೋಗ್ತಾರೆ. ಪ್ಲೀಸ್ ಹೋಗ್ತಾರೆ ಸರ್. ಮುಂದೆ ನೋಡ್ಕೊಳ್ಳಿ ಸರ್. അങ്ങനെ നമ്മൾ സൂവിലെത്തിയിരിക്കുന്നത്. കുറേ പറയാൻ കാര്യങ്ങളുണ്ട്, കുറേ പഠിക്കാനുണ്ട്. ഇവിടെ എമ്പർ എങ്ങനെ എത്തിയെന്ന് നമുക്ക് അറിയുള്ളൂ. ഇതാണ് ഇപ്പോൾ സൂവിൻ്റെ എൻട്രി. അങ്ങോട്ടെല്ലാം ഇനി ഫോട്ടോഗ്രാഫി വീഡിയോസ് എല്ലാം അലോഡാണോ എന്നറിയില്ല. നമുക്ക് നോക്കാം. എവിടെയെല്ലാം ഇറങ്ങാൻ പിന്നെ പോലത്തെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടോയെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മളെ സീബ്ര കുട്ടികൾ. പണ്ട് സ്കൂളിൽ നിന്ന് പഠിക്കില്ല, Z4C കറക്റ്റ് സ്റ്റേം. ഇതാണ് നമ്മുടെ ജിറാഫ്. നമുക്ക് ഇതിനൊന്നിനെ പിറക്ക് വാങ്ങിച്ചാലോ വെച്ചു. നല്ല വെയില് വന്നു. എന്താണ് സൈക്കിളൊക്കെ പിടിക്കാം. പക്ഷേ മറ്റേ ആ മഴ വന്നില്ലേ നമ്മൾ വരുന്നതിൻ്റെ മുന്നേ, ആ മഴയത്തെല്ലാം കുബോൺ പാർക്കെല്ലാം ഇതായി പോയി. ആര് വീഡിയോ ഉണ്ടായിരുന്നു. ടൈഗർ കൊണാപ്പി അത് നല്ല തിന്നു. നമ്മളെ ലൂക്കനെ പോലെ ഉണ്ട്. ലൂക്കായിരുന്ന പോലെ ഇല്ലേ. ഇതൊരു വേറൊരു കുളിച്ചുണ്ട്. എന്തായാലും ചൂടെടുത്തിട്ട് ഒന്ന് തിന്നുന്നു, ഒന്ന് കുളിക്കുന്നു. വേറെ ഒന്നുണ്ട് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയല്ലേ തിന്നാൻ വേണ്ടി എടുക്കാം. അത് വെള്ളം ശരിക്കും ലൂക്ക കളിക്കുന്നവരെ പിന്നെ ലൂക്ക നടക്കുന്ന പോലെ തന്നെ നടക്കുന്നവരെ.
ഇതിന് ഹണിയെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ, തേനെല്ലാം. ഇങ്ങനെല്ലാം ഭയങ്കര ഇഷ്ടം. ഇപ്പൊ മഴയത്തല്ല എവിടെ കയറി ഇന്ന സാധനം എമ്മുവാ ഇതുണ്ടായിട്ടില്ല. കോഴിക്കുട്ടിന്റെ പുറകായിരിക്കും അല്ലേ? കോഴിക്കുട്ടിന്റെ പുറകെ ഒറ്റക്കില്ലേ? ഒറ്റക്കില്ല എന്താ പൈസ ഇല്ല. പിന്നെ കൊണ്ടുവന്നു അങ്ങനെയല്ല, ബോട്ടിക്ക് പൈസ ഇല്ല. അതിന് ഓൾറെഡി പൈസ കൊടുത്തല്ലേ നമ്മള്. ഇവിടെ എന്തെല്ലാം വെച്ചാൽ ഈസർ കാണിക് സോൺ, അതായത് ഡോഗ്, വോൾഫ്, ഗോൾഡൻ ജാക്കറ്റ്, ഫുള്ള് ലൂക്കൻ്റെ വർഗ്ഗം ഇവിടെ അല്ലേ? അതെല്ലാം നായ്ക്കളെ നായിന്റെ വർഗ്ഗങ്ങൾ. അതിന്റെ തലേന്റെ വീട് മുഖന്റെ കേരളക്കാരെ മാറ്റുന്നുണ്ടല്ലോ. ಅಂದ್ರೆ ಒಮ್ಮೆ ಅನ್ಇನ್ಸ್ಟಾಲ್ ಮಾಡಿದ್ದೆ ನಾನು ಐಫೋನ್ದೊಳಗೆ ಮೆಮೊರಿ ಇದಾಗಿತ್ತು. ಆಮೇಲೆ ಏನು ಮಾಡಿದೆ ഇതാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഈ കൂട്ടിൽ നല്ലോണം മൃഗമാണിത്. പക്ഷെ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഒരു 5 ജില്ല മൃഗം പോലും കാണുന്നില്ല. വെറും കാടും, ഈ കാടും ഒരു കൂടും ഉണ്ട്, മൃഗത്തെ കാണുന്നില്ല. ഇങ്ങനെയാണ് ഇവിടെ പൈസയും കൊടുത്തിട്ട് എല്ലാവരും വരുന്നത്. മൃഗം ഇല്ലയെന്നില്ല, എന്നാലും ഉണ്ട്. പക്ഷെ ചില സ്ഥലത്തല്ലോ ഇങ്ങനെ ഇല്ല, ചില സ്ഥലത്തെല്ലാം ഇങ്ങനെ കൂടും കാടും മാത്രം പിടിച്ചതിന് ആരൊക്കെ അറിയാം. മൈസൂർ സൂ പ്രതീക്ഷ എല്ലാവരും ബാംഗ്ലൂർ സൂവിലേക്ക് വരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ അത്യാവശ്യം ചിറങ്ങനെ കാണാനുണ്ട്. പോയ ഒരാളെ ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ല. കുരങ്ങമ്മ വെച്ചത് ഇന്ത്യൻ ലീപ്പോടാ. ഓ കേൾക്കാതെ തോന്നുന്നു. ഇതാണ് കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന ആൾ. മുടി മാത്രമേ കാണുന്നുള്ളൂ, അതിന്റെ മുഖമൊന്നും കാണുന്നില്ല. അപ്പൊ ആരും വാശി പിടിച്ചിട്ടുള്ളത് ഇതിലേ നല്ലോണം കാണാൻ പറ്റും. ഇവിടെ കൊറേ എണ്ണത്തിന് കണ്ടിന്യൂ പോയല്ലോ.
സംസാരിക്കുന്നില്ലേ? ഹലോ സംസാരിക്കൂലല്ലേ? നമ്മളെ മറ്റേ നല്ലോണം സംസാരിക്കൂലേ? എനിക്ക് നടക്കുന്ന പ്രാണിയാണ് നടക്കുന്നല്ലേ? പോയി പോയി നല്ല കൊടലട സാധനം. തത്ത ആമസോണിക്ക് ആമസോണിക്ക് കാണുന്നുണ്ടോ ഗൈസ്? തത്തയും തത്തയൊന്നും അല്ല, വേറെന്തോ ജീവി. ഞാൻ വിളിച്ച് റിങ് മിന്നു പോലും നമ്പറില്ല. രാജിൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് പിന്നെ റിങ് പോകുന്നുണ്ട്, എടുക്കുന്നില്ല. 2-3 പ്രാവശ്യം ജോൻ്റെ നമ്പറിൽ ഞാൻ വിളിക്കും, വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ സജിത്തിൻ്റെ നമ്പർ ഞാൻ എന്തായാലും വിളിക്കാൻ പറയാം. വീട്ടിൽ കോഴിയൊന്നും കാണാൻ വിചാരിച്ചു നമ്മൾ ഇങ്ങോട്ട് വന്ന്. നമുക്ക് നടക്ക് ഇത് നമ്മളെ തത്ത. നിന്റെ 120 ഉറുപ്പിക കാണാനുണ്ട്. ഞാൻ അതാ പറഞ്ഞു, നേരം പറയണ്ട നമുക്ക് ലാസ്റ്റ്. ഞാൻ 120 കാണുന്നൊന്നും പറഞ്ഞില്ലല്ലോ. നീയല്ല പറഞ്ഞു ഇത് പൈസ ഇത്രയും പൈസ കൊടുത്തിട്ട് നീയല്ല. നിങ്ങൾ പാമ്പിനെ കാണുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പാമ്പ് ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അടുത്തേക്ക് പോവാ. പീസ് സ്മൈൽ പ്ലീസ്. ശരി ഇതാണ് ആമക്കുട്ടികൾ. നിങ്ങൾക്ക് പൈസ അയച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓരോ വീട്ടിൽ പോയിട്ട് വാങ്ങിക്കാം. എന്താ ചെയ്യാ? നോക്കട്ടെ, ഓൻ പോയിനോ ഇല്ലയെന്ന് അറിയില്ല. അവനെ വിളിച്ചു നോക്കട്ടെ. വലിയ ചിലവ് ഇപ്പം പൊട്ടു പൊട്ടിക്കാൻ കളിക്കുന്നല്ലേ? ഇത് നമ്മൾ നേരത്തെ അതിലോട്ട് പോകുമ്പോൾ കണ്ടായിരിക്കൂലേ? അല്ലല്ല, ഇതിനെ കണ്ടിട്ടില്ല. പൊട്ടിക്കാൻ കളിക്കുകയാണോ കുട്ട? ഏകദേശം കോഴിയെ പോലെ തന്നെ ഉണ്ടല്ലേ. ഒട്ടകപ്പക്ഷി ഇത് തിന്നൂലല്ലേ? ഇതിനെ തിന്നൂലല്ലേ? ഇതിനെ തിന്ന് ഇതിനെ വേട്ടയാടുന്നുള്ള നിയമം എഴുതാ. കൊട്ടിയിട്ട് നല്ല സൂപ്പറായിരിക്കും. ചുരുണ്ടി പിടിച്ചിരുന്നല്ലേ? क्लियर ही दिख रहा है इसके अंदर बड़ा वाला വെള്ളത്തിലൊന്നും ऊपर देख चढ़ के അതിൽ നോക്കുന്നു. എന്താടാ നിങ്ങളൊന്നും പാമ്പനി പേര് കണ്ടിട്ടില്ലേ? എൻ്റെ പടയാളികൾ ഓരോ സ്ഥലത്ത് അറിയില്ലല്ലോ.
അതിൻ്റെ അകത്തേക്ക് എടുക്കാൻ പോകാം. ആ പറഞ്ഞു ഒന്നുണ്ട്. देखो ब्लैक वाला फेंक रहा था കാണുന്നുണ്ടോ ഗൈസ് നമ്മൾ രാജമുമ്പാല ചേട്ടനെ എന്താന്ന് ഐഡിയ അറിയാം. అక్కడ കേരളത്തിലും ഇങ്ങനെ കർണാടക ഭാഗത്ത് అక్కడ కాదు കോബ്ര ചേട്ടനാണ് ഇത്. കോബ്ര നല്ല വിഷമുള്ള സാധനം കട്ടിച്ച് സ്പോട്ടിൽ വരണം. ഹെഡ്സെറ്റുള്ള ഇങ്ങനെ എങ്ങനെ നിൽക്കുന്ന മുമ്പല്ലേ തലയിൽ ഹെഡ്സെറ്റുള്ള പാമ്പ്. ഏകദേശം ചേരനെ പോലെ ഉണ്ടല്ലോ മറ്റേ കാണാൻ. പച്ച കളറുള്ളതുകൊണ്ട് ഇതും കട്ടിയ സ്പോട്ടിൽ വരണം. മരുന്നില്ല ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു. സോറി ബാംഗ്ലൂരില്ല, കണ്ണൂർ എത്തിയിരിക്കുന്നു. അടുത്ത സ്റ്റോപ്പ് തലശ്ശേരിയാണ്. ഇന്നലെ സൂവിലൂടെ പോയി. അപ്പം തന്നെ ഫോണിലെല്ലാം ചാർജെല്ലാം തീർന്നു. വീഡിയോ ഫോട്ടോസിന് ഫോട്ടോ കുറച്ചെടുത്തിന്. വീഡിയോ എടുക്കുമ്പോൾ തന്നെ വേഗം ചാർജ് കത്തിപ്പോകുന്നു. നമ്മൾ പവർ ബാങ്ക് എടുത്തിട്ടില്ല. നമ്മൾ കുറേ വീഡിയോസെല്ലാം മിസ്സായി. നമ്മൾ ടിപ്പു പാലസിൽ പോയതിനു ശേഷം പിന്നെ കുറച്ച് നല്ല സ്ഥലത്തെല്ലാം പോയി. ഓർമ്മയുടെ കുറച്ച് സ്ഥലത്തെല്ലാം പോയി. പിന്നെ കുറേ കാര്യം പറയാനുണ്ട്. അടുത്ത റിവ്യൂസും കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവിടെ പോയാലും അടുത്ത വീട്ടിലെത്തും. ഓക്കെ ബൈ.